മുഴുവൻ ഇന്ന് ശിശുദിനം ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ ഇന്ന് മറ്റൊരു ദിനം കൂടെ ആചരിക്കുന്നുണ്ട്, ലോക പ്രമേഹ ദിനം. പ്രമേഹം പ്രധാനമായും 2 തരത്തിലാണുള്ളത്, ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറയുന്നത് പാൻക്രിയാസ് ആവശ്യത്തിൽ കുറച്ച് ഇൻസുലിൻ മാത്രം ഉൽപ്പാദിപ്പിക്കുകയും എന്നാൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ കൊണ്ട് ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാനായി കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2. സംസ്ഥാനത്ത് 20 വയസ്സിൽ താഴെയുള്ള 3000-ഓളം ടൈപ്പ് 1 പ്രമേഹ ബാധിതരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് സഹായം നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പദ്ധതിയാണ് മിഠായി പദ്ധതി. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ നിന്നും സഹായം ലഭിക്കും. ഏകദേശം ഒരു മാസത്തേക്ക് 5 കാട്രിഡ്ജ് ഇൻസുലിൻ വേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ കാട്രിഡ്ജിന് പുറമെ 7000 രൂപയാണ് വിലയുള്ളത്. കൂടാതെ സ്ട്രിപ്പും സിറിഞ്ചും എല്ലാം വേറെ വാങ്ങണം. ഈ പദ്ധതിയിൽ സൗജന്യമായി ഇതെല്ലാം കൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികൾക്ക് മാസം 20,000 രൂപയിലേറെ ചികിത്സാ ചെലവ് വരുമെന്നതിനാൽ മിഠായി എന്ന പദ്ധതി വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഈ പദ്ധതി അത്ര സുഗമമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി മിഠായി പദ്ധതി പുനർജീവിപ്പിക്കുന്നത് ഒരുപാട് പേർക്ക് ആശ്വാസകരമാകും.